സാൽമൺ റണ്ണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാൽമൺ ഒരു പ്രത്യേകതരം ഫിഷാണ്. വിചിത്രമായ ജീവിത സൈക്കിളിലുള്ളൊരു ഫിഷാണ്. വർഷത്തിലൊരു പ്രത്യേക സമയത്ത് അത് പ്രജനനം നടത്താനും മുട്ടയിടാനും വേണ്ടി അത് ജനിച്ച സ്ഥലത്തേക്ക് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് സാൽമൺ റൺ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് BCയിലെ കൊക്കനി ക്രേക്കിൽ പ്രത്യേക ഈ ഒരു സമയത്തുണ്ടാകുന്ന ഒരു സാൽമൺ റണ്ണിനെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഈ ക്രീക്കിൽ ഉണ്ടാകുന്ന ഫിഷുകൾ ഉണ്ടാകുന്ന സമയത്ത് വൈറ്റ് കളറും അത് മെച്യൂർഡായി മുട്ടയിടുന്ന പാകമാകുന്ന സമയത്ത് റെഡ് കളറുമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ വോക്ക്വേയിൽ തന്നെ കൊക്കിനി ക്രീക്കിൻ്റെ ഹിസ്റ്ററി വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചു. കൊക്കിനി ക്രീക്ക് ഹിസ്റ്ററി. All of the fish in the channel that have turned red are at the end point of their 3-year life. So they came from eggs that were laid 3 years ago, and once they turn red, it's sort of the end stage where they become their spawning bodies. And so they typically all spend about 10 days in the channel each, and they have that kind of limited time frame to get in here and finish, make a nest, pair up, lay eggs, fertilize, all of that. And then it's not like lay the eggs and die immediately. It's how much energy do they have left? Kind of, they're not eating or sleeping in the channel. They're just kind of like on a one-track mind of I must spawn, and whatever energy they have at the end of that, they kind of defend the nest, especially the females. So. Awesome. Thank you so much. No worries. ഈ പ്രൊവിൻഷ്യൽ പാർക്കിനും ക്രീക്കിനോടും അനുബന്ധിച്ച് ഒരു മ്യൂസിയം അവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാനഡയിലെ ഇൻഡിജിനസ് ആൾക്കാരെക്കുറിച്ചും അവർ യൂസ് ചെയ്തിരുന്ന ഫിഷിംഗ് മെത്തേഡ്സും അവരെങ്ങനെയാണ് ഈ ക്രീക്കിനെ ഉപയോഗപ്പെടുത്തിയിരുന്നുള്ള വിശദമായ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.